പേരൻസ് അംഗീകരിക്കൂല. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലേ അവര് പറയും 1, 2 എന്നൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടിയാണ്. എല്ലാ സ്കൂളിലും പഠന പ്രശ്നം ഇല്ലാത്ത കുട്ടികൾ കുറവാണ്. ഞാൻ ചോദിച്ചില്ലേ, രക്ഷിതാവിനോട് പറയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ട് എന്ന് പറയുമ്പോൾ രക്ഷിതാവിന്റെ ഒരു റെസ്പോൺസ്. അതുപോലെ ഡയറ്റിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കൂല. സ്ക്രീൻ ടൈം, കുട്ടികളുടെ ഇതിലേക്കുള്ള അഡിക്ഷൻ, ഇതും ഫുഡ് പാറ്റേണും ഇതൊക്കെ ഒരു ബന്ധം. അവിടെ പാരന്റ്സിന് ലിമിറ്റ് ചെയ്യാൻ പറ്റണില്ല. അതായത് ഇത്ര ടൈം നമ്മൾ കണ്ടീഷൻ ഒക്കെ വെക്കും കേട്ടോ. പക്ഷേ പാരന്റ്സ് ഒരുപാട് പേര് ഈ സമയം 1 മണിക്കൂറേ യൂസ് ആക്കാൻ പറ്റും. ആ ഒരു പ്രോമിസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് കുറച്ചു നേരം നമ്മുടെ പണികൾ ഇങ്ങനെ ഈസി ആക്കാൻ ചെയ്യട്ടെ. പിന്നെ ആ ബ്രേക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റൂല. അത് ഇന്ന് എനിക്ക് 1/2 മണിക്കൂർ കരഞ്ഞിട്ട് കിട്ടിയ സാധനമാണെങ്കിൽ നാളെ ഞാൻ 3/4 മണിക്കൂർ കരയാൻ തയ്യാറാണ്. അതെ, പാരന്റ്സ് നല്ല സ്ട്രിക്റ്റ് ആവണം. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് പാരന്റ്സിനെ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് എങ്ങനെ പോവാന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഒന്ന് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സിസ്റ്റത്തിൽ നമ്മൾ സിസ്റ്റം വെച്ച് കൊടുത്താൽ അവർക്ക് യൂസ് ചെയ്യാം, ഫീഡ് ചെയ്യാൻ പറ്റും. ഇസ് നമ്പർ 1. നമ്പർ 2, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ കസിൻസ്, നിങ്ങളുടെയും എൻ്റെ ഫാമിലിയും കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ ആസ് എ ടീച്ചർ നിങ്ങളുടെ ക്ലാസ് റൂമിൽ മുഴുവൻ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് അടിപൊളി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാരൻസ് മീറ്റിങ്ങിൽ പറയണം, ഇന്ന് മുതൽ നമ്മൾ വീട്ടിലൊരു സിസ്റ്റം കൊണ്ടുവരുന്നു. ഫോണ് ഇത്ര സമയം മുതൽ എല്ലാവരും ഒരു പ്രത്യേക ഒരു റാക്ക് അവിടെ സെറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാ പാരൻസും ഒരേ സമയം അത് ചെയ്യണം. രാത്രി 10 മണിയാണെങ്കിൽ എല്ലാവരും ഫോണും അതിൻ്റെ മേലെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഫോൺ ഓക്കെയാണ്, നിൻ്റെ അടുത്ത് ഫോൺ ഇല്ലെങ്കിൽ ആണ് നിനക്കൊരു പ്രയാസം. എൻ്റെതും ഇല്ല. കുട്ടികൾക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ ശ്രദ്ധിക്കണം. ഒന്ന് പാരൻസിന്റെ മാറ്റി വെക്കാൻ കഴിയില്ല. പക്ഷെ ആ ടോട്ടൽ ക്ലാസ് റൂമിന്റെ കാര്യം പറഞ്ഞു. ഒരു ക്ലാസ് റൂം എൻ്റെ കമ്പനി വരികയാണെങ്കിൽ, എനിക്ക് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി എല്ലാം ഓൺലൈനിൽ വരുമ്പോൾ ഞാൻ വരാൻ പറ്റാത്ത സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്യാം. ആരുമില്ലെങ്കിൽ പിന്നെ ആരോട് എല്ലാവരും ഒരുപോലെ ഒരേപോലെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്കൂൾ ബേസിൽ ചെയ്യാൻ പറ്റുന്ന പാരന്റൽ ഇൻവോൾവ്മെന്റ്. കാരണം പാരന്റ്സിനും ടീച്ചർക്കും പഠിക്കാനുള്ള ടൈമും കിട്ടും. എക്സാക്ട്ലി, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സൈക്കിളാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, നമ്മളെ മക്കളുടെ വൈബ് അറിയണം. എല്ലാ സ്ഥലങ്ങളും വൈബാ. അപ്പം നമ്മുടെ മക്കളെ വൈബ് അറിയണം. അപ്പം മക്കളെ വൈബിൽ 5 കമ്പനി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പാർട്ടി വെക്കുമ്പം പറയാം മോനോട്, നീ വിളിക്ക്, ആ ഫുഡ് എന്തുണ്ടായി കൊടുക്കണ്ടേ, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിക്കുക. അവർ വരുമ്പോൾ അവർ ഓരോരുത്തരും നമ്മൾ ഇൻഡയറക്ട്ലി പരിചയപ്പെടാം. ഒരു കാരണം വെച്ചാലും എന്ത് ചെയ്യുന്നറിയോ, എടാ നിൻ്റെ ഈ പഠിക്കലുണ്ടോ, ഇവൻ്റെ പോലെയാണോ, മണ്ടനാണോ എന്ന് ചോദിക്കരുത്. ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സിനെ ഉപദേശിക്കാൻ പോകരുത്. ഈ ഫ്രണ്ട്സിനൊക്കെ ഉപദേശിക്കുന്നതിനനുസരിച്ച് നിൻ്റെ അമ്മ മോൻ എന്തിനു വെറുപ്പിക്കലോ എന്ന് പറഞ്ഞു പോകും. നേരെ മറിച്ച് അവരെല്ലാവരും വരുമ്പോൾ ചോദിക്കാം, മോനെ എവിടെയാണ് മോൻ്റെ വീട്, അവിടെ ആരെ മകനാ എന്നാണ്. ആണോ, അത് ശരി എന്ന് പറയുമ്പോൾ ആ കുട്ടീൻ്റെ ഉള്ളിൽ ഇൻസൈറ്റ് ഉണ്ടാവും, എൻ്റെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിയാം, ഞാൻ ഇവനുമായിട്ട് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ പൊക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അച്ഛന്മാർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള അച്ഛന്മാരായിരിക്കും അല്ലേ. ആദ്യം FB ആയിരുന്നു, അപ്പോൾ മക്കളെല്ലാവരും FB ആയി. അപ്പോൾ അച്ഛന്മാരെല്ലാവരും FB എടുത്തപ്പോൾ ഇവരെല്ലാവരും ഇൻസ്റ്റയ്ക്ക് ചാടി, കുട്ടികളൊക്കെ ഇൻസ്റ്റയ്ക്ക് ചാടി. കുട്ടികൾ 2 അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. ഒന്ന് അച്ഛന് വേണ്ടി ഒരു അക്കൗണ്ട്, എനിക്ക് വേണ്ടി വേറെ അക്കൗണ്ട്. കാരണം വേഗം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അച്ഛന് കാണാൻ ഇഷ്ടമുള്ള ഡയലോഗ്സും പിക്ചേഴ്സ് അതിലിടാം, എനിക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ്. ഇതൊക്കെയാണ് കുട്ടികളുടെ ട്രെൻഡ്. കാരണം ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വെറുപ്പിച്ചുകൊണ്ട് ഫോളോ ചെയ്യാണ്. ചിലപ്പോൾ മക്കൾ ചില ഇടുന്ന ഫോട്ടോസൊക്കെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും. എന്നാലും അടിയിൽ ലൈക്കും 2 കമൻറ്റും പൊളി എന്ന് പറയുമ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് പറയും, നിൻ്റെ അച്ഛൻ ഭയങ്കര പൊളിയാണല്ലോ, നല്ല വൈബാണല്ലോ. അവരെ വീട്ടിലേക്ക് വിളിച്ച് നല്ലൊരു ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് നല്ലൊരു ഫുഡൊക്കെ അടിച്ച് അവരൊന്ന് ടോപ്പാക്കി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരെല്ലാവരും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. പറ്റുമെങ്കിൽ 5 ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ. അവരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി ആ ഫ്രണ്ട്സിനെ അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കണ്ടാലേ ഇവരെ ഈ ഡീവിയേഷനും കളവ് പറഞ്ഞ് മുങ്ങാനുള്ള ടെൻഡൻസിയും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാം അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറയും. പിന്നെ ആ ഒരു ഗ്യാങ്ങിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യണം. അവരെ ഒരുമിച്ച് ഒരു സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾക്ക് അവർ ഒരുമിച്ച് ഗൈഡൻസിന് കൊണ്ടുപോകുക, അവർ ഒരുമിച്ച് പ്രൊഫഷണൽ ഒരു ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുക. അവർക്ക് ഒരുമിച്ച് എല്ലാം അവർ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ടീമായിരിക്കും. അതുകൊണ്ടാണ് ഒന്നിൻ്റെ അടുത്തൊരു ബാഡ് ബിഹേവിയർ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ കുഞ്ഞിനെ അവൻ്റെ അടുത്തേക്ക് പോകരുത്, അവനോട് സംസാരിക്കരുത് എന്ന് പറയാൻ കഴിയുമോ?
പറഞ്ഞവനനുസരിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. 3 കുട്ടികളുണ്ട്, ഞാൻ കുറച്ച് അലമ്പാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ നീ അവനോട് സംസാരിക്കരുത്, അവൻ ആള് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ കുട്ടികൾക്കെല്ലാം എല്ലാം ഈ ഫോണിന്റെ ഡീവിയേഷൻ പറഞ്ഞില്ല, അതിലെനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാങ് അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് ഡീവിയേറ്റ് ചെയ്യും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ അല്ലെ, എന്നാൽ കുറേ കുറയ്ക്കാൻ കഴിയും. അതായത് എക്സസൈസ്, നമുക്കറിയാം ഒരുപാട് ഹാപ്പി ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ. അതെ അതെ, ഇന്ന് ഫ്രീ ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എക്സസൈസിനൊക്കെ. അതിലേക്ക് ഒരുമിച്ച്, അതായത് ഇപ്പോൾ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ പൊതുവിൽ അവരിലുള്ള ടോക്കാണ് ഇപ്പോൾ വലിയ അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാതെ വലിയ ഒരു തന്ത വൈബ് അല്ലേ, അതിലേക്ക് എത്തും. അതേസമയം ഒരുമിച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഡയറ്റിന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കൂല, സ്ക്രീൻ ടൈം, കുട്ടികളുടെ ഇതിലേക്കുള്ള അഡിക്ഷൻ, ഇതും ഫുഡ് പാറ്റേണും ഇതൊക്കെ ഒരു ബന്ധം. കുട്ടിയുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പം അക്കാദമിക്സ് ഇഷ്യൂസ് എല്ലാത്തിനും ഒരു റീസൺ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നീ ഡയറ്റിലാണോ ചോദിക്കാറുണ്ടല്ലേ. ഡയറ്റ് കാരണം നമ്മൾ പാറ്റേൺ ഓഫ് ഹാവിങ് ഫുഡ് അല്ലേ. ആ കുട്ടികൾ ഈ ജങ്ക് ഫുഡുകളൊക്കെ അടിച്ച് കയറ്റി ഇതൊക്കെ പറയാൻ ഇപ്പൊ യോഗ്യനാണോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. കുട്ടികളോട് പറയാലോ, നമ്മള് അതവര് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് അല്ലേ, ഡയറ്റ് നന്നായിട്ട് അതെല്ലാത്തിനെയും ബാധിക്കും. ഗട്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, ഇതിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് അവരുടെ മെന്റൽ ഹെൽത്ത്, ബിഹേവിയർ എന്നൊക്കെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, റീൽസ് ലൈഫാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണം. ഈ റീൽസിൽ കാണുന്നതാണ് ലൈഫ്. ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്നു ഈ റീൽസിൽ കണ്ടതായിരിക്കണം എൻ്റെ അച്ഛൻ, അതിൻ്റെ പാറ്റേൺ ഈ റീൽസിൽ കണ്ടതുപോലെ. റീൽസിൽ ഇപ്പം അമ്മ ഭയങ്കര കെയർ ചെയ്യുന്നു, കൊണ്ട് കിടക്കുന്നു, അമ്മനെ കൂടെ കളിക്കുന്നു. ഈ റീൽസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് അറിയില്ല. സ്ക്രീൻ എന്താണെന്ന് അറിയില്ല. യെസ്, അതാണ് ലൈഫ്. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റീൽസിലുള്ള പോലെ കല്യാണമാവണം. കല്യാണം കഴിഞ്ഞാൽ റീൽസിലുള്ളതുപോലെ ഞങ്ങൾ ലൈഫ് പോകണം. അപ്പോൾ റീൽസിലുള്ള പോയില്ലെങ്കിൽ റിയാലിറ്റി വേഴ്സസ് ഫാന്റസി എന്ന് പറയുന്നത്. കുട്ടികള് യൂട്യൂബിലൊക്കെ കുറെ വലിയ വീഡിയോ കാണാനല്ല ചെയ്യുന്നത്, ഷോർട്ട്. അതിപ്പോ അവരെ ഈ സോഷ്യൽ മീഡിയ അവരെ ട്രെയിൻ ചെയ്തതാട്ടോ ഇത് അല്ലെ. ഷോർട്സ് കാണുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോവിഡ്, അവിടെ നമ്മൾ പോയത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും മാറ്റമുണ്ട്. ബിഫോർ കോവിഡും ആഫ്റ്റർ കോവിഡും കുട്ടിയുടെ ലേണിംഗ് ഇഷ്യൂസിന്റെ എണ്ണം കൂടി. എല്ലാ സ്കൂളിലും പഠന പ്രശ്നം ഇല്ലാത്ത കുട്ടികൾ കുറവാണ്. ഞാൻ ചോദിച്ചില്ലേ, രക്ഷിതാവിനോട് പറയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ട് എന്ന് പറയുമ്പം രക്ഷിതാവിന്റെ ഒരു റെസ്പോൺസ്, നിങ്ങളൊന്നാണ് ശ്രദ്ധിച്ചാൽ മതി ടീച്ചറെ, അത് എത്ര പ്രശ്നമൊന്നുമില്ല. ഇത്രയും കാലം പഠിച്ചിരുന്നല്ലോ, അതായത് ടീച്ചേഴ്സിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഇപ്പോഴെല്ലാം ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ കുറ്റം പറയാൻ നല്ല ടീച്ചേഴ്സാ ഇതുവരെ അംഗീകരിക്കൂല. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലേ അവര് പറയും 1, 2 നല്ല മാർക്ക് കിട്ടിയ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ ആയതാണ് ഇങ്ങനെ. ഈ ഡിസബിലിറ്റിക്ക് അല്ലെങ്കിലും നേരത്തെ പറഞ്ഞ ഇഷ്യൂസിനൊരു ഫാക്ടർ സ്ക്രീൻ ടൈം ആവുന്നുണ്ട് അല്ലേ. അറ്റൻഷനൊക്കെ ഈ ഷോർട്സിന്റെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാം, when there have a multiple stimulus we have to select one. 1, 2, 3, 4 ഇങ്ങനെ 4 ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നിനെ ഞാൻ സെലക്ട് ചെയ്യുന്നതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെനിക്ക് അത്രയും ഇംപ്രസീവ് ആവണം. ഈ ഫോണിൽ റെഗുലറായിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര അറ്റൻറ്റീവായിട്ട് പല സെൻസറി അപ്രോച്ചും കിട്ടിയിട്ട് ക്ലാസ് റൂമിൽ എത്തിയിട്ട് ടീച്ചറെ ക്ലാസ് കാണുമ്പോൾ എനിക്ക് അറ്റൻഷൻ അതിലേക്ക് പോകില്ല. അപ്പോൾ ഫോൺ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ കുട്ടികളെ ഇപ്പോൾ ഇതിൽ 0 to 2 ഏജ് നോ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പായി വരുന്ന സമയത്ത് അറ്റൻഷൻ ഒരു സ്പെസിഫിക് സംഭവങ്ങളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ കുട്ടിക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറയും, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. എന്നാണ് ഒരു സംഭവത്തെ സെലക്ട് ചെയ്യാനുള്ള സ്പാൻ കുറയും, അറ്റൻഷൻ കുറവാണ്. നമുക്ക് കുട്ടികളൊരു ഹാഫ് ആൻ അവർ വീഡിയോ കാണുന്നേ ഇല്ല. കുട്ടികൾ നോക്കുമ്പോൾ ഒരു മണിക്കൂർ കാണും. ഈ ഫോൺ യൂസേജ് കൂടുന്ന കുട്ടികൾക്ക് അങ്ങനെയുണ്ട് കേട്ടോ. അതായത് എന്താ കാണുകയെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് അവർക്ക് പറയാനില്ല. ഇങ്ങനെ ആ ഒരു ടെൻഡൻസി, ടെൻഡൻസി. ഒരു വീഡിയോ ഒന്നും അവര് ഫുള്ള് കാണുന്നേ. അതെന്താ, അത് അവരുടെ ബിഹേവിയറിലും നമുക്ക് കാണാം കേട്ടോ. നമ്മളും ഇല്ല, കുട്ടികൾ മാത്രമല്ലല്ലോ. നമ്മളൊരു വീഡിയോ കാണാണ്, ആദ്യത്തെ 10 സെക്കൻഡ്
അല്ലേ? അത് കഴിഞ്ഞ് ആ 2 ചോദ്യങ്ങൾ നമ്മൾ തീരുമാനിക്കും, ഇത് കാണണോ വേണ്ടേ അടുത്തതായി അല്ലേ? അടുത്തതിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയി. അത് ഏത് ഇൻഫോർമേറ്റീവ് ആയിട്ട് സംഭവങ്ങളാണ്. അല്ല, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റി, ഇതാണ് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതായത് ക്ഷമല്ല, പെട്ടെന്ന് അഗ്രസീവ് ആവും. കുട്ടികൾക്ക് ഈ ഒരു ശീലം അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിന് അതെ എനിക്കിപ്പോ വേണം, ഇപ്പൊ കിട്ടിക്കൊള്ളണം, അത്രേ ഉള്ളൂ. അത് വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് അഗ്രസീവ് ആവും, കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അറിയില്ല. ഒരു കാര്യം കൊണ്ട് ടീച്ചറെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ടീച്ചേഴ്സിൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതിൽ മുമ്പത്തെ കുട്ടികൾ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതിൽ വ്യത്യാസമുണ്ടോ? എത്രയോ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി കൂടുതൽ അറ്റാച്ച്മെന്റ്, ഫ്രണ്ട്ഷിപ്പ് കൂടുതലാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ചോദിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ് ഒരു തരം അറ്റാച്ച്മെന്റ് ആണ്. അതാണ് കഴിഞ്ഞാൽ ഈ ഒരു ടേമാണ് കഴിഞ്ഞാൽ പിന്നെ അതാ ഞാൻ ചോദിക്കുന്നത്. പിന്നില്ല. അതേസമയം പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ നിന്നും ഒരു അറ്റാച്ച്മെന്റ് കുറവാ അല്ലേ? എന്നാലും ആ ടീച്ചർ എന്നുള്ള ഒരു റെസ്പെക്റ്റും ഒരു വാല്യൂം ഏത് കാലത്തും അവിടെ ഉണ്ടാവും. ഒരുപക്ഷെ അത് മുമ്പ് അവിടുന്ന് പോയ കുട്ടികൾക്ക് എത്രയോ ഉണ്ട് കേട്ടോ. അതിനിപ്പോ പണ്ട് നമ്മൾ മാതാപിതാ ഗുരു ദൈവം, ഇപ്പൊ ഗൂഗിളോന്നോ അല്ലെങ്കിൽ അതേപോലെയുള്ള ടെക്കോ ദൈവമായി മാറിയല്ലോ. ഇൻഫർമേഷൻസ് നമുക്ക് ഓവർലോഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. റീൽസിലൊക്കെ എന്താണോ ഉള്ളത് അതേപോലെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിർച്വൽ ഓട്ടിസത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ വിർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി, എങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്, അതിൽ ഓവർകം ചെയ്യാനുള്ള വേറൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടികളെ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോരുക. അവൻ ഏത് ടൈമിലാണ്, അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ പറയും ഇത് തുടങ്ങും ഫോൺ എടുക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഓർമ്മയാക്കി കൊടുത്ത് നമ്മൾ റിമൈൻഡ് ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ സമയത്തേക്ക് അവൻ പോലും അറിയാം ഇൻഡയറക്ട്ലി ചാനലൈസ് ചെയ്ത് വിടണം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിക്കുക, നമുക്ക് നീ ആ ജിമ്മ് പോകുന്നില്ലേ, ബോഡിക്ക് ഒന്ന് ഫിറ്റാക്ക്. അപ്പോൾ ആ ഒരു മണിക്കൂർ ജിമ്മിലേക്ക് വിട്ടു. പിന്നെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1 മണിക്കൂർ. ആ സമയത്ത് ഗാഡ്ജറ്റ് യൂസ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാൽ മോനെ സെറ്റല്ലേ, അടുത്ത ബാക്കി നോക്കാം, നമുക്ക് സ്റ്റഡീസിലേക്ക് കയറിയാലോ എന്ന് പറഞ്ഞ് ഇവരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് കോമ്പറ്റീറ്റീവ് മോഡ് ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ് ടു ഓവർകം ദീസ് ടൈപ്പ് ഓഫ് വിർച്വൽ ഓട്ടിസം.